നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ കെണിക്ക് സമീപമെത്തി മടങ്ങിയ പുലി താവളത്തിലേക്ക് തിരിച്ചുപോയത് ആടുഫാമിലെ ആടിനെ ഭക്ഷിച്ച ശേഷം. കൂട്ടായി പടിഞ്ഞാറേക്കര റോഡിലെ വാടിക്കലിലാണ് സംഭവം. കൊന്നത് പുലിയെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. പോസ്റ്റ്മോർട്ടത്തിൽ ആടിന്റെ കഴുത്തിൽ പുലിയുടെ കടിയേറ്റ പാടുകൾ കണ്ടെത്തി. ഇതോടെ കഴിഞ്ഞ ദിവസം കൂട്ടായിയിൽ 2 ആടുകളെ കൊലപ്പെടുത്തിയതും പുലിയെന്ന സംശയം ബലപ്പെട്ടു. പ്രദേശത്തേക്ക് ആളുകൾ വരുന്നത് പൂർണ്ണമായും വിലക്കി അധികൃതർ നടപടികൾ കടുപ്പിച്ചു. പ്രദേശവാസിയുടെ ഫാമിലെ ആടിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ഫാമിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് കർഷകൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ഞാൻ സാധാരണ രീതിയിൽ രാവിലെ ഒരു 6:30-7 മണിക്കാണ് കൂട് തുറക്കുക. ഇന്ന് സ്വാഭാവികമായിട്ട് കുറച്ച് വൈകിയപ്പം ഒരു 9 മണിക്കാണ് തുറന്നപ്പോൾ ഈ രീതിയിലാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഫോറസ്റ്റ് ഓഫീസർമാരെ അറിയിച്ചു. അവരിവിടെ വന്നു ഏകദേശം ഒരു 80% പുലി ആണെന്നുള്ള അഭിപ്രായം തന്നെയാണ് അവർക്കുള്ളത്. ഈ മതിൽ ചാടിയിട്ട് വന്നതായിട്ടാണ് അവർ അഭിപ്രായപ്പെടുന്നത്. പിന്നെ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും കഴുത്തിൽ പിടിച്ചിട്ട് ശ്വാസം മുട്ടി മരിച്ചതായിട്ടാണ് ഡോക്ടറും പറഞ്ഞത്. ഈ ആട് പുറത്തായിരുന്നു. അതിന് ഈ കൂട്ടിൽ കയറാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഒരാഴ്ചയായിട്ട് ഇത് പുറത്ത് തന്നെയാണ്. കെട്ടിട്ട് വളർത്തുന്നില്ല, ഇതിൻ്റെ അകത്തിട്ട് വളർത്തുന്നത് ഇല്ല. നമ്മളിത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഡോക്ടറെ കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു, അത്രയാണ്. പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ പുലിക്കായി സ്ഥാപിച്ചിട്ടുള്ള കൂടിന് സമീപം ബുധനാഴ്ച രാവിലെ പുലി എത്തി മടങ്ങുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ആടിനെ കൊലപ്പെടുത്തിയ വിവരം പുറത്തുവന്നത്. പുലിയുടെ താവളമുള്ളതായി കരുതുന്ന കാട്ടിലപ്പള്ളിയിൽ നിന്ന് 2 കിലോമീറ്ററോളം അകലെയാണ് ആട് കൊല്ലപ്പെട്ടത്. രാത്രി പുലി സ്വൈരവിഹാരം നടത്തുന്നുവെന്നത് നാട്ടുകാരിൽ ഭീതിയുണർത്തുന്നു. പ്രത്യേക കൂട്ടിൽ ആടിനെ നിർത്തിയാണ് പുലിക്കായി കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. പുലിയെന്ന് സ്ഥിരീകരിച്ച് 4ാം ദിവസമാണ് ആടിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ഭീതിക്കിടയിലും വളർത്തുജീവികൾക്ക് നേരെ ആക്രമണമില്ലാത്ത ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. തുടർച്ചയായ ദിവസങ്ങളിൽ വളർത്തുജീവികൾ കൊല്ലപ്പെട്ടത് നാട്ടുകാരുടെ ആദിയേറ്റുന്നു. ജനവാസ മേഖലയായതിനാൽ പുലിയെ വേഗം കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളിലാണ് അധികൃതർ. ബുധനാഴ്ച രാത്രി കൂട് സ്ഥാപിച്ച ശേഷമുണ്ടായ മനുഷ്യ പെരുമാറ്റം മൂലമാകാം പുലി കൂടിൽ കയറാതിരുന്നതെന്ന് കരുതുന്നു. അതിനാൽ കൂട് സ്ഥാപിച്ചിട്ടുള്ള ഭാഗത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് പകലും വിലക്കിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കയർ കെട്ടി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. രാത്രി കൂട്ടായി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടായി മേഖലയിലും പുലിയെത്തി എന്നതോടെയാണ് ഈ നടപടി. എഡിറ്റർ ലൈവ്, പടിഞ്ഞാറേക്കര. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.